പ്രിയമുള്ളവരെ, വിശുദ്ധ അഗസ്റ്റിൻ്റെ ആത്മകഥയായ കൺഫെഷൻസ് ഏറ്റുപറച്ചിലുകളുടെ 5-ാം ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുക. കാർത്തേജിലുള്ള അഗസ്റ്റിൻ കാർത്തേജിൽ നിന്നും റോമിലേക്ക്, അവിടെ നിന്ന് മിലാനിലേക്ക് കൂട് മാറുന്ന കഥകളാണ് 5-ാം ഭാഗത്തിൻ്റെ കാതൽ. ഈ 5-ാം ഭാഗം മുതൽ ദൈവ അന്വേഷണത്തിൻ്റെ വിത്ത് പതിയെ പതിയെ അഗസ്റ്റിനിൽ വീഴുന്നതും മുളയ്ക്കുന്നതും ചെറിയ രീതിയിൽ നമ്മൾ കണ്ടു തുടങ്ങുന്നുണ്ട്. കാർത്തേജിൽ പ്രഭാഷണ കല പഠിപ്പിക്കുന്ന ടീച്ചറായിട്ട് സേവനം തുടരുമ്പോൾ ഈ കാർത്തേജിൽ ഒരു മടുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങുന്നുണ്ട്. നമ്മൾ ഇന്നലെ കേട്ടതാണ്, ക്രിസ്തുമതത്തിലല്ലാതെ മനിക്കേയിസം എന്ന മതത്തിലാണ് അഗസ്റ്റിൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഈ അഗസ്റ്റിന് ഒത്തിരിയേറെ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ മനിക്കേയിസ്റ്റുകളായ ആർക്കും തന്നെ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് അവർ പറയും, ഞങ്ങളുടെ ഏറ്റവും ഉന്നത നിലയിലുള്ള ബിഷപ്പ് ഫൗസ്തീനോസ് വരട്ടെ, അദ്ദേഹം നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരും. അഗസ്റ്റിൻ ഇങ്ങനെ മനിക്കേയൻ ബിഷപ്പിനെ കാത്തിരിക്കുകയാണ്, ചോദ്യങ്ങളും കയ്യിൽ കരുതി. അയാളെത്തി. അഗസ്റ്റിൻ ചോദ്യങ്ങൾ ചോദിച്ചു. അഗസ്റ്റിൻ്റെ ഈ കട്ടിയേറിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാൻ ഈ മനിക്കേയൻ ഹെഡിന് പോലും പറ്റിയില്ല. മനിക്കേയിസം ഇങ്ങനെ ആകാശ മണ്ഡലങ്ങളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും സൂര്യചന്ദ്രന്മാരെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചുമെല്ലാം വിശദമായിട്ട് പ്രതിപാദിക്കുമ്പോഴും ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്ന ഒരു ശക്തിയെക്കുറിച്ചായിരുന്നു അഗസ്റ്റിൻ്റെ ചോദ്യം മുഴുവനും. അതോടുകൂടി ഈ മനിക്കേയിസം എന്ന മതത്തോടും മനിക്കേയിസം പ്രചരിപ്പിച്ചിരുന്ന പുസ്തകങ്ങളോടും പതിയെ മടുപ്പ് തോന്നിത്തുടങ്ങി. അതുമാത്രമല്ല, കാർത്തേജിൽ പ്രഭാഷണ കല പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്റ്റുഡൻസ് ഒന്നും അത്ര നല്ലവരായിരുന്നില്ല. ഇവരെക്കുറിച്ച് അഗസ്റ്റിൻ എഴുതുന്നത് ആഭാസന്മാരായ, വഷളന്മാരായ സ്റ്റുഡൻസ് ആയിരുന്നു. കാരണം അവരിങ്ങനെ ഒട്ടും ഡിസിപ്ലിൻഡ് അല്ല. തോന്നുന്ന സമയത്ത് ക്ലാസ്സിൽ കയറി വരും, തോന്നുന്ന സമയത്ത് ഇറങ്ങിപ്പോകും, മറ്റുള്ളവരുടെ ക്ലാസ്സുകളിലേക്ക് പാഞ്ഞു കയറും, കൂക്ക് വിളിക്കും, അക്രമം നടത്തും. അതുകൊണ്ട് ഇവരെ പഠിപ്പിക്കുന്നത് പതിയെ പതിയെ അഗസ്റ്റിന് മടുത്തു തുടങ്ങി. അതുകൊണ്ടാണ് ഈ കാർത്തേജിൽ നിന്ന് റോമിലേക്ക് ചേക്കേറാൻ ഒരുങ്ങിത്തുടങ്ങുക. കാരണം റോമിലെ സ്റ്റുഡൻസ് എല്ലാം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്ന് അറിഞ്ഞിരുന്നു. അങ്ങനെ റോമിലേക്ക് പോകാൻ കപ്പൽ കയറാൻ ഒരുങ്ങുകയാണ്. പക്ഷേ ഈ മോനിക്ക റോമിലേക്ക് അഗസ്റ്റിനെ വിടാൻ സന്നദ്ധയല്ലായിരുന്നു. പോകരുതെന്ന് പലവട്ടം പറഞ്ഞിട്ടും അഗസ്റ്റിൻ കൂട്ടാക്കിയില്ല. അവനിങ്ങനെ തുറമുഖത്തിൻ്റെ തീരത്തെത്തി. അഗസ്റ്റിനെ വിടാതെ മോനിക്ക കൂടെയുണ്ട്. പിന്നെയും പലവട്ടം പറഞ്ഞു പോകരുതെന്ന്. ഒടുവിൽ അഗസ്റ്റിൻ ഇങ്ങനെ ഒരു നുണ പറഞ്ഞു, അമ്മേ, ഈ കപ്പലിൽ എൻ്റെ ഒരു ഫ്രണ്ട് റോമിലേക്ക് പോകാൻ പോവുകയാണ്. കാറ്റ് അനുകൂലമായി തുടങ്ങുന്നത് വരെ ആ ഫ്രണ്ടിന് ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടി ഞാൻ ആ കപ്പലിൽ കുറച്ചു നേരം പോയിരിക്കും. അമ്മ അതിനും സന്നദ്ധയല്ലായിരുന്നു, ഈ മകനെ ശരിക്കറിയാവുന്നത് കൊണ്ട്. പിന്നീട് അഗസ്റ്റിൻ ചെയ്തത് വലിയൊരു ചതിയായിരുന്നു. ഈ അമ്മയെയും കൊണ്ട് ഈ തുറമുഖത്തിൻ്റെ തീരത്തുള്ള വിശുദ്ധ സിപ്രിയാൻ്റെ കപ്പേളയിൽ അമ്മയെ കൊണ്ടുപോയിരുത്തി അവനുമിരുന്നു. അമ്മയാകട്ടെ ഈ മകന് വേണ്ടി ആ കപ്പേളയിലിരുന്നിങ്ങനെ രാത്രി പകലാക്കി കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ഏതോ ചെറിയ മയക്കത്തിൻ്റെ ഇടയിലായിരിക്കണം അഗസ്റ്റിൻ അമ്മയെ
പറ്റിച്ച് ഈ കപ്പേളയിൽ അമ്മയെ തനിച്ചാക്കി റോമിലേക്ക് കപ്പൽ കയറി. പിറ്റേന്ന് അതിരാവിലെ ചെറിയൊരു മയക്കത്തിൽ നിന്നുണരുന്ന മോനിക്ക നോക്കുമ്പോൾ മകനെ കാണാനില്ല. അത് വളരെയധികം സങ്കടകരമായ ഒരു ഭാഗമാണ് ഈ പുസ്തകത്തിൽ. വിശുദ്ധ മോനിക്ക ഈ കടൽ തീരത്തുകൂടി മുഴുവനും മോനെ എന്ന് വിളിച്ച് ഓടി നടക്കുന്ന ഒരു സീനുണ്ട്, ചങ്കുലയ്ക്കുന്ന കരച്ചിലോടുകൂടി. പക്ഷേ അഗസ്റ്റിൻ കാണാമറയത്തെത്തിയിരുന്നു. ഒരുപക്ഷെ ഈ അമ്മയെ ഇങ്ങനെ വിഷമിപ്പിച്ച് പോയതുകൊണ്ടായിരിക്കാം അവൻ പിന്നെ റോമിലെത്തുമ്പോൾ വളരെ പെട്ടെന്ന് രോഗം ബാധിതനായി മാറി, കിടപ്പിലായിപ്പോയി. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാനിങ്ങനെ മരണത്തോട് അടുത്തു ഈ യാത്രയൊക്കെ കഴിഞ്ഞ്. പക്ഷെ തൊട്ടടുത്ത വരികളിൽ എഴുതുന്നത് ഇങ്ങനെയാണ്: ഞാൻ പതിയെ പതിയെ സുഖപ്പെട്ടു തുടങ്ങി. ഞാൻ സുഖപ്പെടാൻ കാരണം എൻ്റെ അമ്മ ആ കപ്പേളയിലിരുന്നും പിന്നീട് എനിക്ക് വേണ്ടിയും ആ തീരത്തിരുന്നും വീട്ടിലിരുന്നും പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. എന്നെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു തവണയെ അമ്മ പ്രസവ വേദന അനുഭവിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നെ നിത്യജീവനിലേക്ക് കൊണ്ടുവരാൻ ദീർഘകാലം അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവത്തോട്. പിന്നീട് റോമിൽ ക്ലാസ് തുടങ്ങുകയാണ് ടീച്ചറായിട്ട്. പക്ഷെ ഇവൻ്റെ ധാരണകളെ മുഴുവൻ തെറ്റിച്ചു ആ സ്റ്റുഡൻസും. അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു. വിചാരിച്ചതുപോലെ നല്ല കാശ് കിട്ടും. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അഗസ്റ്റിന് ടീച്ചിങ്ങിന് പോകാനൊക്കെ പറ്റി. പക്ഷെ അഗസ്റ്റിൻ എഴുതുന്നത് ഇങ്ങനെയാണ്: റോമിലെ സ്റ്റുഡൻസിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവർ കുറേയധികം കാലം എൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ പഠിക്കാൻ വന്നു. പക്ഷെ ഇവന്മാരെല്ലാം കൂടി അവസാനം മുമ്പ് ഒരു പരിപാടി ചെയ്യും. ഇവരെല്ലാം കൂടി ഗൂഢാലോചന നടത്തിയിട്ട് ഒരു ടീച്ചറിൻ്റെ കീഴിൽ നിന്നും ട്യൂഷൻ പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് ചിന്തിക്കാം. ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ട സമയമാകുമ്പോഴേക്കും ഇവന്മാരെല്ലാം കൂടി ഒത്തുകൂടി പ്ലാൻ ചെയ്ത് അടുത്ത ടീച്ചറിൻ്റെ അടുത്തോട്ട് പോകും. അങ്ങനെ അഗസ്റ്റിനെ ഈ പിള്ളേരും പറ്റിച്ചു. പതിയെ ഈ പ്രസംഗകല പഠിപ്പിക്കുന്നതും ഒരു മടുപ്പ് തുടങ്ങുന്നുണ്ട് ചെറിയ രീതിയിൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, ഇപ്പോൾ റോമിലാണ്. റോമിൽ നിന്നും മിലാനിൽ ഒരു ടീച്ചറിൻ്റെ വാക്കൻസി ഉണ്ടെന്ന് ഒരു ക്ഷണക്കത്ത് കിട്ടി. പക്ഷേ അത് തെളിയിക്കണം. റോമൻ നഗരസഭ അധ്യക്ഷനായ സിമ്മാക്കുസിൻ്റെ മുമ്പിൽ പ്രസംഗ മത്സരമാണ്. ഈ പ്രസംഗ മത്സരത്തിൽ വിജയിക്കുന്ന ആളെയാണ് അവിടെ ടീച്ചറായിട്ട് അപ്പോയിൻ്റ് ചെയ്യുക. ആൾക്കൂട്ടമൊക്കെയുണ്ട്. ഇവിടെ ഈ അഗസ്റ്റിൻ്റെ അതീവ ശ്രേഷ്ഠമായ പ്രസംഗകലയിൽ അഗസ്റ്റിന് 1ാം സ്ഥാനം കിട്ടി. ടീച്ചറായിട്ട് റെറ്ററിക് സ്കൂളിൽ അപ്പോയിൻറ്റഡായി. ഈ മിലാൻ എന്ന് പറയുന്ന സ്ഥലമാണ് വിശുദ്ധ അംബ്രോസ് രംഗപ്രവേശനം ചെയ്യുന്ന സ്ഥലം. മിലാനിലെ മെത്രാനായിരുന്നു വിശുദ്ധ അംബ്രോസ്. ഇവിടെ പതിയെ പതിയെ അഗസ്റ്റിൻ ഈ മെത്രാൻ വളരെ ഫേമസ് ആയത് കാരണം പ്രസംഗം കേൾക്കാൻ പോയി തുടങ്ങി. അഗസ്റ്റിൻ എഴുതുന്നത് ഇങ്ങനെയാണ്: അംബ്രോസ് എന്ന് പറയുന്ന ഒരു മെത്രാൻ ഒരു അപ്പനെ പോലെയാണ് എനിക്ക് തോന്നിയത്, ഒരു ഗുരുവിനെ പോലെയൊന്നുമല്ല. എന്നെ വളരെ സ്നേഹത്തോടെയൊക്കെ നോക്കി ചിരിക്കും. ഈ പ്രസംഗം പറയുമ്പോൾ ഈ പ്രസംഗത്തിലെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സംശയത്തോടെ ഞാൻ കേട്ടിരുന്നു. അതിൽ നിന്ന് വീഴുന്ന ഒരു തെറ്റ്, ഇങ്ങനെ തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ പതിയെ പതിയെ ആ പ്രസംഗത്തിലൂടെ കർത്താവിനെ പരിചയപ്പെടുത്തി തന്നു അംബ്രോസ് മെത്രാൻ. പറയുന്ന ഓരോ വാക്കുകളിലും ദൈവത്തിൻ്റെ സ്നേഹം ഈ മെത്രാൻ്റെ കണ്ണുകളിലും അധരങ്ങളിലും ജ്വലിച്ചു നിന്നു. ഈ പ്രസംഗം കേട്ട് എത്ര സമയം ഇരുന്നുവെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അപ്പോൾ പോലും ക്രൈസ്തവ മതത്തിലോട്ട് വരണമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. ഈ മനിക്കേയരുടെ പഠനങ്ങളെ മുഴുവൻ ധിക്കരിക്കുവാനുള്ള ഊർജം ഈ അംബ്രോസിൻ്റെ പ്രസംഗങ്ങൾ എനിക്ക് തന്നു. അങ്ങനെ മിലാനിൽ ആയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ 5ാം പുസ്തകം അവസാനിക്കുക. കാർത്തേജിലെ മടുപ്പ്,
റോമിലേക്കുള്ള യാത്ര, മോനിക്കയെ പറ്റിക്കൽ, മിലാനിൽ എത്തൽ, അംബ്രോസിനെ പരിചയപ്പെടൽ. ഇതാണ് 5-ാം പുസ്തകത്തിലൂടെയുള്ള അഗസ്റ്റിൻ്റെ യാത്ര.